പവർ ടീമിലെ സ്ത്രീജനങ്ങളുടെ ഒരു ചർച്ചയായിരുന്നു ഇപ്പോൾ ലൈവില്. അതില് ജിൻഡോയുടെ പ്രേക്ഷക പിന്തുണ ഒരു ചർച്ചയാവുന്നു എങ്ങനെയോ 3 പേർക്കിടയിൽ. ആ സമയത്ത് അൻസിബ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വേറെ ഒരു വീഡിയോയിൽ പറയാം. പക്ഷെ നോറയും റസ്മിനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. റസ്മിൻ പറയുന്നു ആരൊക്കെ ടോപ്പ് 5 വന്നാലും അയാള് വരാൻ പാടില്ല, അയാള് വരുന്നത് എനിക്ക് സഹിക്കില്ല. ആ സമയത്ത് റസ്മിൻ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്, അതെനിക്ക് കണ്ടപ്പോ കലിപ്പ് വന്ന് ശരിക്കും. അതേപോലെ നോറ പറയുന്നു അത്രയും തെറ്റുകൾ ചെയ്തൊരു വ്യക്തി ടോപ്പ് 5 വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ബിഗ് ബോസ് ചെയ്ത തെറ്റുകളെല്ലാം കാണിച്ചിട്ടുമുണ്ട്, അയാള് ടോപ്പ് 5 വരാൻ പാടില്ല എന്ന് പറഞ്ഞ് റസ്മിനെ ശരിവെക്കുന്നു. ആ സമയത്ത് അൻസിബ പറയുന്നുണ്ട് അയാൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവാം, അതുകൊണ്ടാവും ഓരോ തവണയും നോമിനേഷനിൽ വരുമ്പോൾ പുള്ളി സേവ് ആവുന്നത് എന്ന്. അങ്ങനെ അൻസിബ പറഞ്ഞതും റസ്മിനും നോറയും കൂടി ടോപ്പിക്ക് മാറ്റുന്നുണ്ട്. ഇതില് കൂടുതൽ എന്തെങ്കിലും അവർ ജിൻഡോയെ കുറിച്ച് പറയാനാണെങ്കിൽ ഉള്ളിലെ വിഷം കുറെ കൂടി പുറത്തു വരും എന്ന് അവർക്ക് മനസ്സിലായി, അത് അവർക്ക് നല്ലപോലെ അറിയാം. ഞാൻ കഴിഞ്ഞ സീസണിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പോലത്തെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് കലിപ്പാവും. ഒരാൾ ടോപ്പ് 5 വരുമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ ഇവരാരാണ്? പ്രേക്ഷകർ തീരുമാനിക്കും ആര് ടോപ്പ് 5 വരും, ആര് ജയിക്കും എന്നൊക്കെ. ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാമെന്ന് വിശ്വസിക്കുന്നവര് വെറും വിഡ്ഢികളാണ്. ഇപ്പം ഒരാൾ വിഡ്ഢിയായിട്ടിരിപ്പുണ്ട്, ഗബ്രി. ഇപ്പൊ ഗബ്രി പറയുന്നത് ജിൻഡോ ഈ സീസൺ വിജയിക്കും എന്നാണ്. അതേപോലെ കഴിഞ്ഞ സീസണിൽ ജുനൈസ് പറഞ്ഞത് മാരാരി ഈ വീട്ടിൽ നിന്ന് പോകുമെന്നാണ്. അപ്പൊ എന്തായി? ലാസ്റ്റ് എന്തായി? മാരാരി ജയിച്ചു. റസ്മിനാണ് ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഞാൻ പറയും. കാരണം മന്ദബുദ്ധികളുടെ രാജാവ് എന്നാണ് റസ്മിൻ ജിൻഡോയെ വിളിച്ചത്. എന്ന് വെച്ചാല് പ്രേക്ഷകര് മന്ദബുദ്ധികളാണ് എന്ന്. നോറയും മോശമൊന്നുമല്ല, പ്രേക്ഷകരെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ. എന്തായാലും നോറയുടെയും റസ്മിന്റെയും ആ വീട്ടിലെ ആയുസ് കുറഞ്ഞു വരികയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പവർ റൂം ഒളിത്താവളമായിട്ട് കിട്ടിയത് കൊണ്ട് മാത്രം ഈ ആഴ്ച 2 പേരും രക്ഷപ്പെട്ടു. എല്ലാ ആഴ്ചയും പവർ റൂമിൽ തന്നെ ഇരിക്കത്തില്ലല്ലോ, പ്രേക്ഷകരുടെ വിധി എന്തെങ്കിലും ഇവര് നേരിടേണ്ടി വരും. അന്ന് ഗബ്രി ഔട്ടായ പോലെ ഇവരും ഔട്ടാവും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.